ഇപ്പോൾ ഇതാ നമ്മൾ അടയ്ക്ക കൊണ്ടുവന്ന് നമ്മൾ പാകാനായിട്ടെല്ലാം ഉണ്ടോ നോക്കി അറിയാം. എല്ലാം മുള വന്നു തുടങ്ങി. നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം ഉണ്ട് അത് മുള വരാൻ തുടങ്ങി. ചാണകപ്പൊടി, മണ്ണ് എല്ലാം കൂടെ കൂട്ടി മിക്സാക്കിയതാണ്. ഉണ്ടോ ഇപ്പോൾ മുള ഇങ്ങനെ വന്ന കാരണം നമ്മൾ മുള ഇങ്ങനെ വെക്കുന്നത്. കവുങ്ങിനൊക്കെ നല്ല രീതിയിൽ നല്ല കുഴിയൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലം 2 മാസം കൊണ്ടൊക്കെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കവുങ്ങിനെ പറ്റിയാണ്. കവുങ്ങ് നമ്മൾ വിത്ത് ശേഖരിക്കുന്നത്, അതിനുശേഷം മുളപ്പിക്കുന്നത്, അത് നടുന്ന രീതികൾ, അതിൻ്റെ ഇനങ്ങൾ, നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകൾ, അതിനെപ്പറ്റിയൊക്കെയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ അടയ്ക്ക കൊണ്ടുവന്ന് നമ്മൾ പാകാനായിട്ടെല്ലാം ഉണ്ടോ നോക്കി അറിയാം. എല്ലാം മുള വന്നു തുടങ്ങി. നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം ഉണ്ട് അത് മുള വരാൻ തുടങ്ങി. ഇത് മോഹിത് നഗർ ഇനത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മൾ ഇങ്ങനെ ആയി ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 മാസമേ നമ്മൾ നടിയിൽ തുടങ്ങിയിട്ട്. അതിപ്പോൾ എല്ലാം ആദ്യം നട്ടതെല്ലാം ഞങ്ങൾ അത് നട്ടതെല്ലാം മുള വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ സ്റ്റൈല്. അപ്പോൾ നമ്മൾ ഈ മുള ഇത് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ മുള വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിത് കുടയ്ക്കകത്ത് പാകുന്ന രീതിയാണ് അവലംബിക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു നേഴ്സറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമാവധി ലേബർ ചാർജ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ, അതിലൂടെയാണ് നമ്മൾ ലാഭം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വില കുറച്ച് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ മറ്റ് നഴ്സറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. നാളെ രാവിലെ ഇത് കൊണ്ടുപോകും അവിടെ ചെറുപുഴയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ്. നാളെ അത് അവിടെ കൊണ്ട് പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 2-3 ഐറ്റം കഴിഞ്ഞു. ഇതിപ്പോൾ മോഹിത് നഗറാണ് ഇത്. ഇപ്പം നമ്മൾ ഒന്ന് അടയ്ക്ക പാകുന്ന രീതി കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ് എല്ലാം കൂടെ കൂട്ടി മിക്സാക്കിയതാണ്. ഉണ്ടോ ഇപ്പോൾ മുള ഇങ്ങനെ വന്ന കാരണം നമ്മൾ മുള ഇങ്ങനെ വെക്കുന്നത്. ശേഷം നമ്മൾ മണ്ണിട്ട് കല്ലൊക്കെ ഇട്ടുന്ന് മാറ്റണം. കൂടെ എപ്പോഴും ടൈറ്റായിരുന്നാൽ അതിൻ്റേതായ മെച്ചങ്ങളുണ്ടോ കുത്തി നിറക്കണം. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ പാകുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇത്ര മണ്ണ് മതി. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ഫില്ല് കുറച്ച് മണ്ണ് ഗ്യാപ്പ് ഇടുന്നതിൻ്റെ കാര്യം, നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നിൽക്കണം. അപ്പം വെള്ളത്തിന് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഈർപ്പം നിലനിൽക്കുള്ളൂ. ഇത് ഫുള്ള് നിറച്ച് മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്ന മാതിരിയേ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം വെള്ളം ഒഴിക്കും കുറച്ച് താഴും. ഇങ്ങനെയാണ് നമ്മൾ നിറച്ച് വെക്കുന്നത്. കണ്ടോ, ഇത് ഇപ്പം ഞങ്ങളിപ്പോൾ പാകിയിരിക്കുന്നതാണ്. ഇത് മോഹിത് നഗർ എന്ന ഇനത്തിൽപ്പെട്ട ഒരു കവുങ്ങ് ആണ് ഇത് പാകിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ 6 ഇനത്തിൽപ്പെട്ട കവുങ്ങ് നമ്മുടെ അടുത്ത് ഉണ്ട്. അതിൻ്റെ അടയ്ക്കെല്ലാം പായി കഴിഞ്ഞിരിക്കുന്നു. 8 ഇനത്തിൽപ്പെട്ട അത് കുള്ളൻ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ മോഹിത് നഗർ, മംഗള, ചവർദാന്, പിന്നെ ശതമംഗള എന്ന പുതിയ ഇനമുണ്ട്. പിന്നെ സൈഗോൺ, സ്വർണ്ണമംഗള, ഈ ഇത്ര ഇനത്തിൽപ്പെട്ട കുള്ളൻ വിഭാഗത്തിൽപ്പെട്ടത്. അത് 3 വർഷം കൊണ്ട് കുലയ്ക്കും. നമ്മൾ 3 വർഷം കൊണ്ട് പറഞ്ഞാൽ കവുങ്ങിനൊക്കെ നല്ല രീതിയിൽ നല്ല കുഴിയൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊല്ലം 2 മാസം കൊണ്ടൊക്കെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോഴും പറയുമ്പോൾ 3 വർഷം പറയുന്നത്. ആ രീതിയിലുള്ള 6 വെറൈറ്റി കൂടാതെ നമ്മൾ അത് 5 വെറൈറ്റിയാണ് കുള്ളൻ ഇനത്തിൽപ്പെട്ടത്. കൂടാതെ നമ്മുടെ സാധാരണ കരക്കവുങ്ങ് പോലെ ഇനത്തിൽപ്പെട്ട മോഹിത് നഗർ, രത്നഗിരി, കാസർഗോഡൻ എന്നീ വിഭാഗങ്ങളുണ്ട്. അങ്ങനെ 8 വെറൈറ്റി കവുങ്ങുകളാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്കുള്ളത്. എല്ലാം ഇങ്ങനെ മുളച്ച് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. ഇപ്പോൾ കാണിച്ചു തരാം. മുളച്ച് വന്നിരിക്കുന്നത് ഇത് മുളച്ച് വന്ന് ഒരലപ്പാകമായി. ഇത് കാസർഗോഡ് ഇനത്തിൽപ്പെട്ട കവുങ്ങാണ്. ഇപ്പോൾ ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുകയാണല്ല. അതിനുശേഷം ഭാഗ്യത്തൊക്കെ മുള വന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ ഇത് മുള വരുന്നേ ഉള്ളൂ. ചെറിയതായിട്ട് മുട്ടിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട കവുങ്ങാണ്.
സൈഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മാഞ്ഞു പോകുന്ന കാരണം കവറിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ കാടൊക്കെ കയറിയിരിക്കുകയാണ്. എല്ലാം തിരക്ക് പണിയായതാനും എല്ലാം പറിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് രത്നഗിരി ഇനത്തിൽപ്പെട്ട കവുങ്ങാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതെല്ലാം ചവർദാൻ ഇനത്തിൽപ്പെട്ട ഇതാണ്. ചവർദാൻ എല്ലാത്തിലും എഴുതി വെച്ചിരിക്കുക. ഇങ്ങനെ ഇതാകുമ്പോൾ മാഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇനം വ്യത്യാസം വരത്തില്ല. കാരണം ഒരു കസ്റ്റമർ കൊടുക്കുമ്പോൾ ഒരിക്കലും ഇനം മാറാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അടയ്ക്ക കൊണ്ടുവരുമ്പം തൊട്ടേ ഞങ്ങൾ ചാക്കിൻ്റെ മുകളിൽ കൃത്യമായിട്ട് എഴുതി വെക്കും. അത് സെപ്പറേറ്റ് ഓരോ ഭാഗത്ത് ഞങ്ങൾ കുടഞ്ഞിട്ട് അവിടെ നിന്നാണ് ഓരോ ആൾക്കാർക്കും ഓരോ ഇനം കൊടുക്കുന്നത്. കാരണം ഇനം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ വീഴ്ചകൾ വരാതിരിക്കാൻ, കസ്റ്റമർക്ക് കൊടുത്തിട്ട് നാളെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൈവശം ഇപ്പോൾ 8 ഇനത്തിൽപ്പെട്ട അടയ്ക്ക തൈകളുണ്ട്. ജൂണിലേക്ക് അത് വിതരണത്തിന് തയ്യാറാകും. അപ്പം ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാ ഐറ്റംസും നല്ലതാണ്. ചിലർക്ക് ഓരോ ഐറ്റംസ് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ചോയ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം തീരെ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ രത്നഗിരി വളരെ സ്യൂട്ടബിളാണ്. വളരെ വെള്ളം കുറവ് മതി. അത് കൃഷിക്കാർ വളരും നല്ല രീതിയിൽ അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പരമാവധി 2.5 അടി കുഴി, പരമാവധി അല്ല മിനിമം 2.5 അടി കുഴി ഇങ്ങനെ എടുക്കുക. വെള്ളം നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ മാത്രമേ കുഴി കുറയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ 3 അടി വരെ ആയാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ കവുങ്ങ് കൃഷി ചെയ്താൽ മാത്രമേ വേനൽക്കാലത്തെ ഈ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കുന്നതാണ്. കാരണം കുഴിക്ക് ആഴം കൂടുന്തോറും അത് എപ്പോഴും നമ്മുടെ കൃഷിക്ക് നല്ലതാണ്. അപ്പം രത്നഗിരി നല്ലതാണ്. അതിലെ അടക്കയിൽ ഏറ്റവും വലിപ്പമുള്ളത് നമുക്ക് മോഹിത് നഗറാണ്. അത് ഏകദേശം ഒരു 80 അടക്കയ്ക്കൊക്കെ നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ 1 കിലോ കിട്ടും. പക്ഷേ അതിനൊരു നമുക്കൊരു ന്യൂനതയായിട്ട് പറയാനുള്ളത് ഈ മോഹിത് നഗറിൻ്റെ പാള വളരെ അകലത്തിൽ പൊഴിയുന്ന കാരണം പെട്ടെന്ന് ഹൈറ്റ് വെച്ച് പോകും. അതുപോലെ തന്നെ കാസർഗോഡിനും ഈ രത്നഗിരി ഏകദേശം ഒരുപോലെയാണ്. അടക്കയ്ക്ക് ഒക്കെ നല്ല വെയിറ്റ് ഉള്ളതാണ്. പിന്നെ കുള്ള ഇനത്തിൽപ്പെട്ട ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയാണ് ശതമംഗള. ഏകദേശം 100 കൊട്ടടക്കയ്ക്ക് 1 കിലോ കിട്ടുന്നതാണ്. അതും ഇതുപോലെ 3-ാം വർഷം കായ്ക്കും. പിന്നെ ഈ മോഹിത് നഗർ അത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. അതും നല്ല ഒരു 100-110 അടക്കയ്ക്കൊക്കെ 1 കിലോ കിട്ടുന്നതാണ്. ചവർദാൻ, പിന്നെ ആദ്യം ഇറങ്ങിയത് മംഗള, പിന്നെ മംഗളയുണ്ട്. ഇതെല്ലാം നമുക്ക് 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. മംഗളയൊക്കെ ആകുമ്പോൾ കുറച്ച് കൊട്ടടയ്ക്ക കൂടുതൽ എണ്ണം വേണം. ഒരു 100-140 അടയ്ക്ക ഉണ്ടെങ്കിൽ മാത്രമേ 1 കിലോ നമുക്ക് തൂങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇനത്തിൽപ്പെട്ട എല്ലാ കവുങ്ങ് തൈകളും നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. നമ്മൾ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് വൈപ്പിരും, ചെറുപുഴ, കർണാടക, സുള്ളിയിലുണ്ട്. എല്ലാ നഴ്സറിയിലും ഇതിൻ്റെ തൈകൾ ലഭ്യമാണ്. ആവശ്യക്കാർ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ബന്ധപ്പെടുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.